ഇന്ന് ഒരു കുഞ്ഞൊരു വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞൊരു ഗിഫ്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചു തരാം. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത്. നിച്ചപ്പൻ പിന്നെ നമ്മൾ എവിടേക്ക് പോയാലും നിച്ചപ്പൻ ഉണ്ടാകും. അവനില്ലാത്തൊരു എന്താ പറയുക, ഒരു മരുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നിച്ചപ്പൻ ഒരു ഹായ് പറഞ്ഞേ നിച്ചു. ഹായ്. പിന്നെ നമ്മുടെ നന്ദു ഉണ്ട്, ബർത്ത്ഡേ ഗേൾ. ഓക്കെ, 2 ദിവസം കൂടി അല്ലോ കേട്ടോ. 30-ാം തീയതി ബർത്ത്ഡേ ആണ് ആളുടെ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ വഴിയെ വരും. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്. ആളുണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ ഇറങ്ങിക്കണ്ട്. ഡ്രൈവർ എവിടെ? അതെ, ആരാണ് ഡ്രൈവർ? ഞാനാണ് ഡ്രൈവർ. നീയാണോ ഡ്രൈവർ? ഓക്കെ. അപ്പം നമ്മുടെ സ്പൾബർ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി വിടാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്നപ്പോ വണ്ടി വഴിയിൽ ഇട്ടിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടി പുറത്തേക്ക് പോകണ്ടേന്നത്. സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളുടെ യാത്ര തുടങ്ങാം. ലോക്ക് തുറക്കും. അതിങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ സെറ്റാണ്, അടിപൊളിയാണ്. നിങ്ങളുടെ പാട്ടുകളെല്ലാം ഉണ്ട്, അടിപൊളി പാട്ടുകളെല്ലാം ഉണ്ട്. പാട്ടൊക്കെ വെച്ച് ചില്ലടിച്ചു വേണം. അതെ, മെയിനാണെങ്കിലും കുറച്ച് പാട്ടുണ്ട്. കൊമുരമ്പിമാരൊക്കെ ഇത് നിച്ചപ്പൻ്റെ മെയിൻ പാട്ട്. അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. തിരക്കുടിച്ച് പോണേന്നറിയോ, ഒരു കാത് കുത്താൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവാൻ കേട്ടോ. പെട്ടെന്നൊരാഗ്രഹം, ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പോകും. എന്ത് ഫീൽ ചെയ്യണ? വേദന മരയിപ്പിച്ചതാണല്ലേ അവര്. എന്റെ ഡയമണ്ട് ഒക്കെ കൊടുത്തേക്കണ്ട. എന്റെ ഡയമണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ മുന്നേ അതെ ഒരു ഡയമണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പെട്ടതൊരാഗ്രഹം, ഒരു കാത് കുത്താനായിട്ട്. അപ്പൊ നടന്നോ, 2 പേര് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വരാം. ഞങ്ങളില്ലേ ഫോൺ മറന്നുപോയിട്ട് ഇവിടെ കാത് കുത്തിയൊക്കെ ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഫോൺ മറന്നുപോയി. അപ്പൊ നമ്മൾ വീണ്ടും അത് എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നേക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ കയറുന്ന കൽപ്പകയിലാണ്. കൽപ്പക സ്വയംവരയൊക്കെ നമ്മുടെ ഷോപ്പുകൾ അല്ലേ. അപ്പൊ നമ്മൾ കൽപ്പകയിൽ കയറി നോക്കാന്ന് പറഞ്ഞിട്ട് അവിടത്തെ പാർക്കിങ്ങിലെത്തി വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അതെ ഇവിടെ വണ്ടികളുടെ കഥ പറയലാണ്. ഇവന് ഭയങ്കര വണ്ടിപ്രാന്താണ് മിസ്റ്റർ നിച്ചപ്പൻ. അപ്പൊ നമുക്ക് ഇനി കടയിലേക്ക് പോയിട്ട് കാണാം കേട്ടോ. കാതൊക്കെ കുത്തി ഫ്രീക്ക് ഔട്ട് പാവാട്ടാ. ഇപ്പൊ എന്താ ഫീൽ എന്നാ പറഞ്ഞ നേരത്തെ? ടീച്ചർ പണ്ട് പിച്ചൂലേ, പിച്ചിയ ടീച്ചർ വിടുന്നില്ല. പാവ. അതെ, ഞങ്ങളൊക്കെ മൂക്കുത്തുന്നു, സെക്കസ്റ്റഡ് കുത്തുന്നു, വീണ്ടും കുത്തുന്നു. അത് ചെറുതായിട്ടൊക്കെ അറിയേ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളെന്ന്. അതെ, സെറ്റ്. ഇവൾക്ക് ഡ്രസ്സൊക്കെ ചുരിദാറോ നേരെ അങ്ങോട്ട് വേണമെങ്കിൽ ഇതിലേ അങ്ങോട്ട് പോവാം. എത്രക്കാണോ 500 രൂപ. അതെ, ഇപ്പൊ തരാം കേട്ടാ. നല്ല വലുതല്ലേ.
ഇതാർക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോണ ശരിക്കും? ശിവാന്തൂരൊന്നും കിട്ടിയില്ല. ഒരു മേനയാവണില്ല സജിയെ. നമുക്ക് ഈ ഫാഷനൊന്നും പറ്റൂല ചേ. ഞാൻ പറയണത് നീ മനസ്സിലാക്ക്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കയറി എവിടെയാണ് കൽപ്പകയിൽ കയറിയിട്ട് നമുക്കൊന്നും പറ്റിയ കിട്ടിയില്ല കേട്ടോ. അപ്പം നമുക്ക് കൽപ്പകയിൽ കയറിയിട്ട് സെറ്റായില്ല കേട്ടോ. അപ്പം നമ്മൾ അടുത്തായിട്ട് ട്രെൻഡ്സിലേക്ക് വന്നേക്കാണ്. ഇവിടെ എന്തെല്ലാം ആവുമെന്ന് നമുക്ക് നോക്കാം. അല്ല എന്ത് ഇവിടെ നന്ദ ഉദ്ദേശിച്ചതുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന നിച്ചുമോനെ സെലക്ട് ചെയ്തു. ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്ക്. എങ്ങനെയുണ്ട്? ഇട്ട് നോക്കാം വേണമെങ്കിൽ. രസമുണ്ട്, ലൈറ്റ് കളറാണ്. തുണിക്കടയിൽ വന്ന ഉടനെ ഡ്രസ്സ് വേണം എന്നുള്ള ആവശ്യം. അവന് ചുരിദാറാ, ഇവന് ചുരിദാറ്. നിച്ചുമോനൊരു ചുരിദാർ മതിയെന്ന്. മതിയാ? അതാണ് ഇവിടുത്തെ റേറ്റ്. എന്തോ നിങ്ങൾ എന്താണ് ട്രെൻഡ്സിന് പരസ്യം ചെയ്യാവുന്നതാ? അതെ, ട്രയൽ ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് ട്രയൽ റൂം. ഇവിടേക്ക് ഉണ്ട്. നോക്ക് സെറ്റാവോ നോക്കട്ടെ. എന്തോ ട്രയൽ ചെയ്യാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നേക്കാണ്. ഓരോന്നേരം ഇട്ട് നോക്കാം. ചെറിയതായിട്ടൊരു ഷേപ്പ് അടിച്ചാൽ മതിയാവും. സെറ്റാണ്. ഓരോന്ന് ഇട്ട് നോക്കാം. ഏറ്റവും നല്ല സ്പൈഡർ വുമൺ. ഇതിൻ്റെ പാൻറ് ഊരാൻ പറ്റില്ല കേട്ടോ ബാക്കിൽ നിന്ന് നമുക്ക്. അതെ, സൂപ്പർമാനായിട്ട് കാണിച്ചു. ഓക്കെ, ഇവിടെ തല്ലും എടുത്തോണ്ട് അച്ഛനും മോനും കൂടി. എന്താ പ്രശ്നം നിങ്ങൾക്ക്? നിച്ചുന് ഇവിടുന്ന് ചെരുപ്പ് ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ ചുരിദാറ്. നിച്ചുന് കട്ടയിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ആവശ്യങ്ങളാണ് അല്ലേടാ? നിച്ചു, നീ എന്തിനാണ് തല്ലുപിടിക്കുന്ന അച്ഛനായിട്ട്? എന്താണ് നിന്റെ കാര്യം? എന്താണ് നിന്റെ പ്രശ്നം? എങ്ങനെയുണ്ട് കമ്മൽ? എങ്ങനെയുണ്ട്? ടീച്ചർ പിച്ചിൽ വിട്ടാ? ചെറുതായിട്ട് ടീച്ചർ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടി നടക്കേണ്ട യുദ്ധം. നിന്റെ ബില്ലടിക്കാൻ പറയണോ? പറയാട്ടാ. എന്നോട് പറയണേ. ശരിയാണോ? ഞാനിത് മാത്രമേ കാണുന്നുള്ളൂ. നീ വണ്ടി ഗ്യാപ്പ് ഇട്ട് എഴുതിയേക്കണുണ്ട്. കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞിട്ട് വന്ന് പർച്ചേസ് ചെയ്താൽ ഈ കൂപ്പൺ വെച്ച് നമുക്ക് 500 രൂപ കുറച്ച് കിട്ടും. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ പർച്ചേസ് പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല ട്രെൻഡ്സിൽ നിന്ന്. പക്ഷെ നമുക്ക് ട്രെൻഡ്സ് ചെയ്ത് ഡ്രസ്സ് കിട്ടി. അപ്പം നമ്മുടെ ബർത്ത്ഡേയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ബർത്ത്ഡേ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് തുടക്കമായിട്ടുള്ളൂ. അതെ, തുടക്കം. പാട്ടും നൃത്തവും തുടങ്ങട്ടെ. ഞങ്ങളുടെ ബർത്ത്ഡേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ ഇന്നത്തോടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.